യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 35. പീലാത്തോസ് യേശുവിനോട്, ഞാൻ യഹൂദനല്ലല്ലോ, നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഇപ്പോഴും പീലാത്തോസിന് ഒരു പിടിയുമില്ല. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഇടിവെട്ട് മറുപടികളാണ് വരുന്നത്. ചങ്ക് പിളർക്കുന്ന ചോദ്യങ്ങളാണ് ചോദ്യത്തിന് ഉത്തരമായിട്ട് തിരിച്ചടിക്കുന്നത്. ഇതാരാണിത്? ദൈവപുത്രനാണ്, നിങ്ങളുടെ കളിപ്പാവയല്ല. ഒരുപക്ഷെ മുഖത്ത് തുപ്പാനും കയറുകൊണ്ട് കെട്ടാനും ചമ്മട്ടി കൊണ്ടടിക്കാനും കുറേ കാലം പറ്റുമായിരിക്കും. പക്ഷെ അവൻ്റെ വ്യക്തിത്വത്തിനൊരു കോട്ടവും പറ്റിയിട്ടില്ല. അവൻ്റെ അകത്തെ മനുഷ്യൻ ഡബിൾ സ്ട്രോങ് ആണ്. കൈകെട്ടപ്പെട്ടവനായി മാറി മാറി ചോദ്യം ചെയ്യലിന് വിധേയപ്പെടുമ്പോഴും അവൻ കരുത്തനായ നേതാവാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അകത്തേക്ക് നോക്ക്. പല പ്രാവശ്യം വിസ്തരിച്ചിട്ട് ന്യായാധിപൻ്റെ മുട്ടിടിച്ച് നിൽക്കുന്നു. യഹൂദന്മാർ പൊറുതിമുട്ടി പുറത്ത് നിൽക്കുന്നു. യേശു മാത്രം ചങ്കൂറ്റത്തിന് കേടൊന്നും വരാതെ തുറന്നടിച്ച പോലെ പറയുകയാണ്, നീ വിചാരിക്കുന്ന രാജാവല്ല ഞാൻ. നീ യഹൂദന്മാരുടെ രാജാവ് തന്നെയാണോ? നിൻ്റെ പേരിലുള്ള ആക്ഷേപം അതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ മറുചോദ്യം ചോദിച്ച യേശു ഇപ്പോൾ പറയുകയാണ്, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എൻ്റെ പീലാത്തോസേ. എൻ്റെ രാജ്യം ഭൗതികമല്ല. 5 കൊല്ലത്തേക്കോ 3 കൊല്ലത്തേക്കോ ഏതെങ്കിലും ഒരു പട്ടണത്തെ തലസ്ഥാനമാക്കിക്കൊണ്ട് 10-40 മനുഷ്യരെ വട്ടം ഇരുത്തിക്കൊണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമനുസരിച്ച് ഭരണം നയിക്കുന്ന കൂട്ടുമന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയല്ല ഞാൻ. എൻ്റെ രാജ്യം അത് സ്വർഗീയമാണ്, അത് ദൈവികമാണ്, അത് പരമാധികാരമുള്ളതാണ്. ഞാനൊരു ദൗത്യത്തിന് വേണ്ടി വന്നവനാണ്. നിനക്കെന്നെ ഉപദ്രവിക്കാം, പക്ഷെ നിനക്കെന്നെ പേടിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളും ഉള്ളു തുറന്ന് ആനന്ദിക്കണം. നമ്മുടെ രാജ്യം ഐഹികമല്ല, നമ്മുടെ കർത്താവിൻ്റെ രാജ്യവും അങ്ങനെ തന്നെ.